നമസ്കാരം. മുഴുനീള വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പൗരത്വ നിയമ ഭേദഗതിക്ക് തൽക്കാലം സ്റ്റേ ഇല്ല. ഹർജികളിൽ ഏപ്രിൽ 9 വിശദവാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി. കേന്ദ്രത്തിന് മറുപടി നൽകാൻ 3 ആഴ്ച സമയം. ഇടുക്കി മാങ്കുളത്ത് വാഹനാപകടത്തിൽ 1 വയസ്സുള്ള കുഞ്ഞടക്കം 4 പേർ മരിച്ചു. 10 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ. പാലക്കാട് നഗരത്തിൽ മോദിയുടെ പ്രകടനം. 1 കിലോമീറ്റർ ദൂരം റോഡ് ഷോ. മോദിക്കൊപ്പം പൊന്നാനി പാലക്കാട് സ്ഥാനാർത്ഥികളും. ഫോട്ടോ വെച്ചിട്ടുണ്ട്. ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ ഏൽപ്പിച്ചോ. കഴിഞ്ഞ വോട്ട് ചെയ്തവർക്ക് അനുഭവിച്ചു. ഡീൻ കുര്യാക്കോസിനെയും PJ കുര്യനെയും അധിക്ഷേപിച്ച് MM മണി. വിദേശികളെ ചുമക്കുകയാണ് ഇടുക്കിക്കാരുടെ പണി. മണിക്ക് മറുപടിയുമായി ഡീൻ. തെറി അഭിഷേകം നടത്തി ശ്രദ്ധ തിരിക്കാമെന്ന് കരുതേണ്ട. മണി ചട്ടമ്പിയെ പോലെ പെരുമാറുന്നുവെന്ന് VD സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോയ ലോറിയിൽ നിന്ന് കല്ല് വീണ് വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് മുക്കോല സ്വദേശി അനന്തു. അപകടം സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ. വിശദമായ വാർത്തകളിലേക്ക്. പൗരത്വ ഭേദഗതി ബിൽ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. ഹർജിയിൽ കേന്ദ്രത്തിന് മറുപടി നൽകാൻ 3 ആഴ്ച സമയം കോടതി അനുവദിച്ചു. ഏപ്രിൽ 9 ഹർജികൾ വീണ്ടും പരിഗണിക്കും. ആരുടെയും പൗരത്വം റദ്ദാക്കുന്നില്ലെന്നും മുൻവിധിയോടെയുള്ള ഹർജികളാണ് കോടതിക്ക് മുന്നിലുള്ളതെന്നും കേന്ദ്രം വാദിച്ചു. 4 വർഷത്തിന് ശേഷമാണ് കേന്ദ്രം വിജ്ഞാപനം ഇറക്കിയതെന്ന് മുസ്ലിം ലീഗിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു. ആർക്കെങ്കിലും പൗരത്വം കിട്ടിയാൽ ഹർജികൾ നിലനിൽക്കില്ല. അതിനാൽ സ്റ്റേ നൽകിയ ശേഷം ഏപ്രിലിൽ വിശദമായി വാദം കേൾക്കാമെന്നും കപിൽ സിബൽ പറഞ്ഞു. എന്നാൽ 3 മാസം നീണ്ടു നിൽക്കുന്ന നടപടിയാണിതെന്നും സ്റ്റേ നൽകിയാൽ ആ സാഹചര്യത്തിൽ അഭയാർത്ഥികളുടെ അവകാശം ലംഘിക്കപ്പെടുമെന്നും കേന്ദ്രം വാദിച്ചു. തുടർന്നാണ് സ്റ്റേ വേണമെന്ന അപേക്ഷകളിൽ ഏപ്രിൽ 9 വാദം കേൾക്കാൻ